ഹലോ ഓഡിറ്റോറിയം ഓൾ സെറ്റ്. രണ്ട് പറ പറ നിധിയേട്ടനെ പറ്റി എന്താ പറയണ്ടേ? നിധിയേട്ടൻ ഭയങ്കര കൂളാണ്. അതല്ല 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 ചില്ലാണ്. അതല്ല ഭയങ്കര മെച്ചോർഡാണ്. സൽസ്വഭാവിയാണ്. ഒരു മനുഷ്യനാണ്. മഴയത്ത് കളിക്കുന്നത് മെച്ചൂരിറ്റിയാണ് നമ്മൾ കാണുന്നത്. അവന് ഒരു 10 കൊല്ലത്തേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഇപ്പോൾ? ஏன் தாண்டினாயில்லை இனி ஏதும் தடங்கள் இல்லை. എനിക്ക് അങ്ങനെ കാര്യമായിട്ട് പറയാനൊന്നുമില്ല ഇവളെ കുറിച്ചിട്ട്. ഇവളെ ഓക്കെയാണ്, സെറ്റാണ്. ഞാൻ പറഞ്ഞില്ലേ ഈ വർണ്ണിക്കാൻ എങ്ങനെയാ പറയാ? ആള് ഭയങ്കര അടിപൊളിയാണ്, ചില്ലാണ്. അങ്ങനെ ടെൻഷനും കാര്യങ്ങളും അങ്ങനെ ഒന്നുമില്ല. ഭയങ്കര എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ട് ഇറങ്ങും, ഫോർവേഡാണ് ഭയങ്കര. പിന്നെ ഇഷ്ടപ്പെട്ടൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹെൽപ്പിംഗ് ഹാൻഡാണ് എല്ലാവർക്കും. ഭയങ്കര ഹെൽപ്പിംഗ് ആണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ആളെ. അതായത് എപ്പോഴും ഒരു പ്ലസന്റ് ആണ്. എപ്പോഴും നെഞ്ചിൽ തൊല്ലേ തൂക്കങ്ങളും ഇല്ലേ മീരി പുകാർകളില്ലേ നെരുങ്ങി നീ നേരിൽ മുത്തങ്ങൾ തരാത പോതും എരുന്തേടും നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അവൾ എനിക്ക് കുറച്ച് എല്ലാം ചെയ്തു തരും, ഹെൽപ്പ് ചെയ്യും, അങ്ങനെയാണ്. പിന്നെ കസിൻസിലെല്ലാം അനുവാണ് ഏറ്റവും മൂത്തത്. അപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആണ് കല്യാണം. കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഹായ്, എന്തുണ്ട്? എല്ലാം സെറ്റാണ്. പക്ഷെ നിങ്ങൾ ഭയങ്കര നേരത്തെ അല്ലല്ലോ, ഇവിടെ ആളുകൾ വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ വലിയ സ്റ്റോറി ഒന്നുമില്ല. അങ്ങനെ ഒരു ദിവസം എൻ്റെ കോളേജിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂവിന് വന്നു എല്ലാ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട്. അങ്ങനെ എന്താ അന്ന് ഇങ്ങനെ എന്താ ചോദിച്ചു, നമുക്കെന്താ ഫ്രണ്ട്സ് തന്നെയാണോ, അങ്ങനെ പിന്നെ അത് അങ്ങനെ സെറ്റായി. കോസ്റ്റ്യൂം ഇട്ട് കണ്ടപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും നല്ലൊരു ലുക്കായിരുന്നു. സാരി എടുക്കുമ്പോൾ നമ്മളൊന്നും മനസ്സിൽ കണ്ടായിരുന്നു നല്ലതായിരിക്കും എന്നുള്ളത്. അനിയത്തിയുടെ സെലക്ഷനായിരുന്നു സാരി. അപ്പം നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. ഏട്ടൻ സൂപ്പറാണ്, ചേച്ചീനെ നല്ലോണം കെയർ ചെയ്യും. അപ്പോൾ അനുപമയ്ക്കും ഇതിനും ഞങ്ങളുടെ വക ഹാപ്പി മാരീഡ്.